പ്രേമം മുഖ്യ പ്രമേയമാക്കി എത്ര ചിത്രങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താണ് പുതിയത് പറയാനുള്ളത് എന്ന ആകാംക്ഷയാണ് ഉണ്ടാവുക. ഇപ്രാവശ്യം ഗിരീഷ് ഷെഡി പേരിലും അത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് സംസാരിക്കാനുള്ളത് നെസ്ലിനും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തിയ പ്രേമലുവിനെ കുറിച്ചാണ്. ഗിരീഷ് ഷെഡിയെ നമുക്കറിയാം. ആദ്യ ചിത്രം കൊണ്ട് തന്നെ മലയാള സിനിമാ സംവിധായകരിൽ പണി അറിയാവുന്ന സംവിധായകൻ എന്ന തരത്തിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ പ്രേമലുവിൻ്റെ നിർമ്മാതാക്കളുടെ പേരുകളാണ് സിനിമയിൽ എന്തെങ്കിലും ഉണ്ടാവും എന്ന പ്രതീതി ഉണ്ടാക്കുക. ഫഹദ്, ദിലീഷ്, ശ്യാം പുഷ്കരൻ ഇവർ ഒരുമിക്കുന്ന ഭാവന സ്റ്റുഡിയോസ്. ഇതും സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ്. ശ്യാം പുഷ്കരൻ ചിത്രത്തിൽ കാമിയോ റോളിൽ എത്തുന്നുമുണ്ട്. ഒരു സിനിമ ഹിറ്റാവുന്നത് അത് അതിൻ്റെ ഓഡിയൻസിനെ കണ്ടെത്തുമ്പോഴാണ്. ടീനേജിൻ്റെ കഥ, പ്രണയം, കോമഡി എന്നിവയ്ക്ക് വലിയ ഓഡിയൻസ് ഉണ്ട്. പുതിയ കാല ഹിറ്റ് സിനിമകൾ ഈ ചേരുവ വേണ്ട വിധത്തിൽ കൊടുത്തവയുമാണ്. ഗിരീഷ് ഷെഡിക്ക് ഇത് നല്ലതുപോലെ അറിയാവുന്നതുമാണ്. ഇടയ്ക്കിടെ തണ്ണീർമത്തൻ കയറി വരുന്നുണ്ടെങ്കിലും തിയേറ്ററിൽ എത്താൻ പോകുന്ന കാണികൾ ആരാണെന്നും അവരുടെ ഇഷ്ടങ്ങളും എന്താണെന്നും മനസ്സിലാക്കി സിനിമ ചെയ്തു എന്ന് തന്നെയാണ് പ്രേമലുവിൻ്റെ പ്ലസ് പോയിന്റ്. തിരക്കഥ തന്നെയാണ് ഈ സിനിമയുടെ ഹീറോ. കാരണം സിനിമയുടെ കഥ എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വരിയിൽ പറഞ്ഞു പോകുന്നതും ഈ കഥയാണോ എന്ന് ചോദിക്കുന്ന സിനിമ. അതിൻ്റെ ആ സമയം മുഴുവൻ, അതായത് സിനിമയുടെ സമയം മുഴുവൻ പ്രേക്ഷകനെ രസിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തിരക്കഥയുടെ മിടുക്ക് തന്നെയാണ്. ചരടിൽ കോർത്തിട്ടതുപോലെ പ്രേക്ഷകനെ സിനിമകളിലേക്ക് അടുപ്പിക്കാനുള്ളത് ചേർത്ത് കെട്ടുമ്പോഴാണ് സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ പ്രേക്ഷകർ സംതൃപ്തിയോടെ തിയേറ്റർ വിട്ടിറങ്ങുക. ഇവിടെ ഗിരീഷും സഹ എഴുത്തുകാരൻ കിരൺ ജോഷിയും ആ പണിയിൽ വിജയിച്ചിട്ടുണ്ട്. സച്ചിൻ ചെന്നൈയിലെ തൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞ് UK പോകാനുള്ള ആലോചനയിലാണ്. അതിനായി പരിശ്രമിക്കുന്നുമുണ്ട്. പക്ഷെ നടക്കുന്നില്ല. നിരാശനായ സച്ചിൻ കൂട്ടുകാരനോടൊപ്പം ഹൈദരാബാദിലേക്ക് ഗേറ്റ് കോച്ചിങ്ങിന് പോകുന്നു. അവിടെ സച്ചിനെ കാത്തിരിക്കുന്ന സംഭവങ്ങളാണ് പിന്നീട് സിനിമ പറയുന്നത്. അതിങ്ങനെ തമാശയിൽ പൊതിഞ്ഞു പറയാനുള്ള ഗിരീഷിൻ്റെ മിടുക്ക് തന്നെയാണ് എടുത്തു പറയേണ്ടത്. മറ്റൊന്ന്, നേരത്തെ പറഞ്ഞതുപോലെ ആരാണ് സിനിമയുടെ ഓഡിയൻസ് എന്ന് കൃത്യമായി ഗിരീഷ് മനസ്സിലാക്കിയാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. കാരണം സിനിമ കണക്റ്റ് ആവണമെങ്കിൽ കാണുന്ന ഓഡിയൻസിനെ തങ്ങളായോ തങ്ങളാകാൻ ആഗ്രഹിക്കുന്ന ജീവിതമായോ സ്ക്രീനിൽ കാണണം. ഇവിടെ തങ്ങളെ തന്നെ കണക്ട് ചെയ്യാൻ പ്രേക്ഷകർക്കാവുന്നുണ്ട്. പുതിയ നഗരം കൗമാരക്കാരെ മാറ്റുന്നതും ടീനേജ് കാലത്തെ ക്രഷും പ്രണയവും പ്രപ്പോസലും പുതിയ കാലത്തിൻ്റെ രീതികളും ഹാസ്യം കലർത്തി പറയുന്നതോടെ ഈ കണക്റ്റ് കാരണം കൊണ്ട് തന്നെ തിയേറ്ററിൽ പ്രേക്ഷകനെ പലയിടങ്ങളിലും രസിപ്പിക്കാനും കൂടെ കൊണ്ടുപോകാനും പ്രേമലുവിന് സാധിക്കുന്നുണ്ട്. കോളേജ് ജീവിതം, ഇന്ത്യക്ക് പുറത്തു പോകാനുള്ള ശ്രമങ്ങൾ, കേരളത്തിന് പുറത്തേക്ക് പോയുള്ള വലിയ നഗരങ്ങളിലെ ജീവിതമൊക്കെ ഇപ്പോൾ ഈ കാലങ്ങളിൽ ജീവിക്കുന്നവർക്ക്, അവരോട് ചുറ്റിപ്പറ്റി ജീവിക്കുന്നവർക്ക് ഒക്കെ ശരിക്കും സ്വാഭാവികമായും അവർക്ക് ചുറ്റും നടക്കുന്ന കഥ പോലെ തന്നെ തോന്നുമെന്നതാണ് മറ്റൊരു പ്ലസ് പോയിന്റ്. നമുക്ക് കണ്ടേറെ പരിചയമുള്ളവരാണെന്ന് തോന്നിപ്പിക്കുന്ന കഥാപാത്രങ്ങളെ സിനിമയ്ക്കുള്ളിൽ നിർത്തുന്നതിൽ ഗിരീഷിന് പ്രത്യേക മിടുക്ക് തന്നെയുണ്ട്. തണ്ണീർമത്തനും സൂപ്പർ ശരണിയും നോക്കൂ, നമ്മൾ കാണുന്നവർ തന്നെയല്ലേ ഇവരെന്ന് തോന്നിപ്പോകും. ഇവിടെ സച്ചിനും മറ്റു കഥാപാത്രങ്ങളും അങ്ങനെ തന്നെയാണ്. ഗിരീഷിൻ്റെ മറ്റു സിനിമകൾ പോലെ തന്നെ രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവർ അവരുടെ അന്തരങ്ങളിലും പ്രണയം ഉണ്ടാക്കുന്നതിൻ്റെ കാഴ്ച തന്നെയാണ് പ്രേമലുവും പറയുന്നത്. കേരളത്തിന് പുറത്ത് മലയാള സിനിമ കഥ പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന വെല്ലുവിളി അത് പ്രേക്ഷകനെ എങ്ങനെ കണക്ട് ചെയ്യിപ്പിക്കുന്നതിലാണ്. പക്ഷേ കഥക്കുള്ളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഈസിയുമാണ്. അതുകൊണ്ട് തന്നെ ഒരു ട്രിപ്പ് മൂഡ് കൊണ്ടുവരാനാണ് മറ്റിടങ്ങളിൽ ചിത്രീകരിക്കുന്ന മലയാള സിനിമകൾ ശ്രമിക്കുക. അതിനായി പ്രത്യേകം കൂട്ടിക്കെട്ടുമ്പോൾ അത് മുഴച്ചു നിൽക്കുകയും ചെയ്യും. പക്ഷേ ഇവിടെ കഥയോട് നീതി പുലർത്തിക്കൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ പ്രേക്ഷകനെ ഹൈദരാബാദിലൂടെ കറക്കിക്കൊണ്ടുവരുന്നതിൻ്റെ ഫീൽ ചിത്രം നൽകുന്നുണ്ട്. ഹൈദരാബാദ് നഗരത്തിൻ്റെ ഭംഗിയുള്ള ഫ്രെയിമുകളും ചടുലമായ എഡിറ്റിങ്ങും അതിന് സഹായിക്കുന്നുണ്ട്. ഹൈദരാബാദ് നഗരത്തെ ഒരു പ്രധാന കഥാപാത്രമാക്കുന്ന യഥാർത്ഥത്തിൽ ചിത്രം സിനിമയിലെ പ്രേമത്തിൻ്റെ ഒഴുക്കിനെ പ്രേക്ഷകരിലേക്ക് കണക്ട് ചെയ്യുന്നത് ഈ നഗര കാഴ്ചകൾ കൂടിയാണ്. നെസ്ലിനും മമിത ബൈജുവും തങ്ങളെ ഏൽപ്പിച്ച ജോലി നല്ല ഭംഗിയായി തന്നെ ചെയ്തിട്ടുണ്ട്. ഇരുവരും തമ്മിലുള്ള കെമിസ്ട്രിയും വർക്കായിട്ടുണ്ട്. നെസ്ലിൻ അവൻ്റെ സ്ലാങ്ങിൽ പറയുന്ന ചില തമാശകൾ നന്നായി ചിരി കൊണ്ടുവരുന്നുമുണ്ട്. സിറ്റുവേഷണൽ കോമഡി കൊണ്ടും സമ്പന്നമാണ് ചിത്രം. ശ്യാം മോഹൻ, അഖില ഭാർഗവൻ, സംഗീത് പ്രതാപ്, അൽതാഫ് സലീം, മീനാക്ഷി രവീന്ദ്രൻ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന അഭിനേതാക്കൾ. ശ്യാം മോഹൻ അവതരിപ്പിച്ച ആദി എന്ന കഥാപാത്രം ചിത്രത്തിലുടനീളം കയ്യടിയും നേടുന്നുണ്ട്. വിഷ്ണു വിജയ് ഒരുക്കിയ സംഗീതമാണ് ചിത്രത്തിലെ പ്രധാന സവിശേഷതകളിലൊന്ന്. പശ്ചാത്തല സംഗീതവും ഗാനങ്ങളും മികച്ചു നിൽക്കുന്നുണ്ട്. ഗിരീഷിൻ്റെ മുൻ സിനിമകളുടെ ഒക്കെ തുടർച്ചയിൽ എന്ന പോലെ നിർമ്മിക്കപ്പെട്ട കഥാഗതിയും പാത്രനിർമ്മിതിയും ഒക്കെയാണ് പ്രേമലുവും. കഴിഞ്ഞ 2 സിനിമകളെയും സംവിധായകൻ ഇതിൽ റെഫറൻസ് ആക്കിയിട്ടുമുണ്ട്. സൂപ്പർ ശരണയിലെ അർജുൻ റെഡ്ഡി സ്പൂഫും പ്രണയിക്കുന്നയാളോട് വേറൊരാൾ കാണിക്കുന്ന പരിഗണനയിലെ നിരാശയുമെല്ലാം പ്രേമലുവിലും ആവർത്തിക്കുന്നുണ്ട്. അതായത് ആവർത്തന വിരസതയുടെ ഭാരം സിനിമ ഇടക്ക് പേറുന്നുണ്ടെന്നർത്ഥം. പക്ഷേ അത് കാണുന്നവർക്ക് നിരാശയൊന്നും സമ്മാനിക്കുന്നില്ല. ഇതുതന്നെയാണ് ഗിരീഷ് ഷെഡിയുടെ സ്ഥിരം പാറ്റേൺ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് പ്രേമലുവും ഒരുക്കിയിട്ടുള്ളത്. അതായത് ഗിരീഷ് തൻ്റെ സ്ഥിരം ഓഡിയൻസിനായി ഒരുക്കിയ ഫൺ റൈഡാണ് പ്രേമലു. അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഈ ചിത്രത്തെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തും.